ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ പാർട്ടിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു ഓസിലേഷനിൽ മീൻ പൊസിഷനിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണലാണെങ്കിൽ, if the restoring force is directly proportional to displacement and directed towards the mean position, such oscillation is called simple harmonic motion. Then the acceleration is also directly proportional to displacement and opposite to displacement. Next point is, the second order differential equation for simple harmonic motion is d square x by dt square plus omega square x is equal to 0, where omega square is equal to k by m, or angular frequency omega is equal to root k by m, where k is force constant and m is mass of the oscillator. Then the period of oscillation will be 2 pi root m by k, and the frequency of that oscillation will be 1 by 2 pi root k by m. ഇതായിരുന്നു ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, how can you represent displacement, velocity and acceleration of a particle executing SHM? And expressions നമ്മൾ കിട്ടി, the displacement should be a sine function or a cosine function or combination of sine and cosine with the time. It can be represented as, നമ്മൾ എങ്ങനെയാണ് എഴുതിയത്, displacement x is equal to a sine omega t plus or minus theta, or displacement x is equal to a cos omega t plus or minus theta. സൈൻ ഫംഗ്ഷൻ ആയാലും കൊസൈൻ ഫംഗ്ഷൻ ആയാലും കുഴപ്പമില്ല. അതിൽ എക്സ് എന്ന് ഉദ്ദേശിച്ചത് ടി സമയത്തുള്ള ആ പാർട്ടിക്കിളിന് മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ്, എ എന്നുള്ളത് ഉദ്ദേശിച്ചത് ആംപ്ലിറ്റ്യൂഡ്, അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി, ദാറ്റ് ഈസ് 2 pi nu or 2 pi by period. തീറ്റ ഈസ് ഇനീഷ്യൽ ഫേസ്. ഇതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. ഇതിൽ നിന്ന് നമ്മൾ വെലോസിറ്റിയിലേക്ക് പോയി, ആൻഡ് ദാറ്റ് വെലോസിറ്റി വാസ് ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. v is equal to omega root a square minus x square. x എന്നുള്ള പൊസിഷനിലുള്ള വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ കിട്ടി. And we got it is maximum at the mean position, which is v max is equal to omega into a. And velocity is 0 at the extreme positions, that is x is equal to plus a or minus a. Velocity is 0. Acceleration at any position x is given by a is equal to minus omega square x. And it is maximum at the extreme positions, which is omega square capital A, and it is 0 at the mean position. Velocity is maximum at the mean position, acceleration is 0. Velocity is 0 at the extreme position and acceleration is maximum at the extreme positions. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടെത്തിയത്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന നമുക്ക് പരിചയപ്പെടാം. പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യത്തെ ചോദ്യം, A acceleration and displacement x of a particle are related as. 4 പാർട്ടിക്കിൾസിന്റെ ഡിസ്പ്ലേസ്മെന്റും ആക്സലറേഷനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? A is equal to 10x, A equal to minus 10x, A equal to 10x square, A is equal to minus 10x square. ഈ 4-ൽ ഏതാണ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ആക്സലറേഷൻ എയും ഡിസ്പ്ലേസ്മെന്റ് എക്സും തമ്മിൽ ഇങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 4 കേസുകളായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ? എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രധാനപ്പെട്ട കാര്യം? ആക്സലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെന്റ്. ഒരു നെഗറ്റീവ് സൈൻ കൂടി വേണം. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്, അല്ലെ? ഈ ഒമേഗ സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ് ആണ്. റൂട്ട് ഒമേഗ സ്ക്വയർ ഇസ് കെ ബൈ എം ആണ്, നമുക്കറിയാം. അപ്പൊ ഈ രൂപത്തിൽ വരുന്നതിൽ ഏതെങ്കിലും ഉണ്ടോ? ഇതിൽ എ ഇസ് ഇക്വൽ ടു 10x ആണ്. അവിടെ നെഗറ്റീവ് സൈൻ ഇല്ലാത്തതുകൊണ്ട് ഇത് സിമ്പിൾ ഹാർമോണിക് അല്ല. എ ഇസ് ഇക്വൽ ടു മൈനസ് 10x, നെഗറ്റീവ് സൈൻ ഉണ്ട്, എക്സിനായിട്ട് ബന്ധമുണ്ട്, സോ ദിസ് ഇസ് സിമ്പിൾ ഹാർമോണിക് ആണ്. എ ഇസ് ഇക്വൽ ടു 10x സ്ക്വയർ, ഇവിടെ എക്സ് സ്ക്വയറിനായിട്ടാണ് ബന്ധം, സോ ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ ഹാർമോണിക്. ഇവിടെ എ ഇസ് ഇക്വൽ ടു മൈനസ് 10x സ്ക്വയർ, നെഗറ്റീവ് സൈൻ ഒക്കെ ഉണ്ട്, പക്ഷെ എക്സ് സ്ക്വയറിനായിട്ടാണ് ബന്ധം, ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ ഹാർമോണിക്. അപ്പൊ ഇതാണ് നമ്മളുടെ സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എ ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണോ നോക്കുക, ഒരു നെഗറ്റീവ് സൈൻ, അതായത് ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആണെന്ന് മീൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ദാറ്റ് റെപ്രസെന്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇത് പല പ്രാവശ്യം ആവർത്തിച്ച ചോദ്യമാണ്, ഓർമ്മയിൽ വെക്കുക.
അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമുള്ളത് വെലോസിറ്റിയും ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ. ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് ദ മീൻ പൊസിഷൻ. നമുക്കറിയാം വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ദ മീൻ പൊസിഷൻ. വി മാക്സ് ആണ് മീൻ പൊസിഷനിൽ. എത്രയാണ്? വി മാക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ കണ്ടതാണ്. ഇനി ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഫൈൻഡ് ദ പൊസിഷൻ അറ്റ് വിച്ച് velocity of a simple harmonic oscillator is half of its maximum value. Find the position at which velocity of a simple harmonic oscillator is half of its maximum value. Maximum value ആയിട്ടുള്ള ഒമേഗ എയുടെ പകുതി വെലോസിറ്റി ഉള്ള, അപ്പൊ മാക്സിമം വാല്യൂ നമ്മൾ അറിയണം, നാലേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ പകുതി വെലോസിറ്റി ആവുന്ന സ്ഥലം കാണുക. അപ്പൊ നമുക്ക് ഫോർമുല എന്താണ്? V is equal to omega into root of a square minus x square. ഇമ്പോർട്ടന്റ് ഫോർമുല. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ആ വെലോസിറ്റി എന്താണ്? മാക്സിമം വെലോസിറ്റിയുടെ പകുതിയാണ്. മാക്സിമം വെലോസിറ്റി ഒമേഗയാണ്. അതിന്റെ പകുതി ഒമേഗ എ ബൈ 2. Therefore, omega a by 2 is equal to omega into root of a square minus x square എന്ന് എഴുതാം. മാക്സിമം വെലോസിറ്റിയുടെ പകുതി വെലോസിറ്റി ആവുന്ന പൊസിഷൻ ഏത് എന്നാണ് ചോദ്യം. പൊസിഷനെ കാണിക്കുന്ന അക്ഷരം എക്സ് ആണ്. അപ്പൊ എക്സിനെ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ റൂട്ട് ഉള്ളതുകൊണ്ട് രണ്ട് ഭാഗത്ത് നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. സോ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ബൈ 4. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സ്ക്വയർ ചെയ്തു. ഇവിടെ സ്ക്വയർ ചെയ്തപ്പോ ഒമേഗ സ്ക്വയർ, ഇത് റൂട്ട് പോയി എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയി. ഈ ഒമേഗ സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി. സോ എ സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയി. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ എക്സ് സ്ക്വയർ ഇങ്ങോട്ട് വരാം. എ സ്ക്വയർ അവിടെ ഉണ്ട്, ഇത് അങ്ങോട്ട് പോട്ടെ. മൈനസ് എ സ്ക്വയർ ബൈ 4 ആയി. ഈ മൈനസ് എക്സ് സ്ക്വയർ ഇങ്ങോട്ട് വന്നപ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ ആയി. ഈ എ സ്ക്വയർ ബൈ 4 പകരം അങ്ങോട്ട് പോയപ്പോൾ മൈനസ് എ സ്ക്വയർ ബൈ 4 ആയി. സോ ദാറ്റ്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? 1 എ സ്ക്വയർ 1/4 എ സ്ക്വയർ പോയാൽ, ഒന്നിൽ നിന്ന് 4 പോയാൽ 3/4 അല്ലെ? സോ 3/4 എ സ്ക്വയർ ആയി. സോ എക്സ് ഇസ് ഈക്വൽ ടു, ഇതിന്റെ റൂട്ട് ആണ്. റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഉണ്ടാവണം. പ്ലസ് ഉണ്ടാവും മൈനസ് ഉണ്ടാവും. പ്ലസ് ഓർ മൈനസ് റൂട്ട് 3/4ന്റെ റൂട്ട് 2 എ സ്ക്വയറിന്റെ റൂട്ട്. അപ്പോ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 3/2a എന്ന് പറയുന്ന രണ്ട് പൊസിഷൻസിൽ, പ്ലസ് റൂട്ട് 3/2aയിലും മൈനസ് റൂട്ട് 3/2aയിലും മാക്സിമം വെലോസിറ്റിയുടെ പകുതി വെലോസിറ്റി, അതായത് മെയിൻ പൊസിഷനിലെ വെലോസിറ്റിയുടെ പകുതി വെലോസിറ്റി ആയിരിക്കും സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന് ഉണ്ടായിരിക്കുക. ഏതാണ് പ്ലസ് റൂട്ട് 3/2a? മെയിൻ പൊസിഷന് വലത്തു ഭാഗത്തേക്ക് അല്ലെങ്കിൽ മുകൾ ഭാഗത്തേക്ക് റൂട്ട് 3/2a ദൂരം. ആരാണ് മൈനസ് റൂട്ട് 3/2a ദൂരം? മെയിൻ പൊസിഷനിൽ ലെഫ്റ്റ് ഭാഗത്തേക്ക് അല്ലെങ്കിൽ താഴെ ഭാഗത്തേക്ക് മൈനസ് റൂട്ട് 3/2a ദൂരം കാണിക്കും. ഈ രണ്ട് പൊസിഷൻസിൽ എത്തുമ്പോഴും മെയിൻ പൊസിഷനിൽ ഉണ്ടായിരുന്ന ഒമേഗ എ എന്ന് പറയുന്ന മാക്സിമം വെലോസിറ്റിയുടെ പകുതി വെലോസിറ്റി ആയിരിക്കും ഓസിലേറ്ററിന് ഉണ്ടാവുക. ഇതൊരു ചോദ്യം. അടുത്ത ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റി എത്ര? ഹാഫ് ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റി എത്ര? അതായത് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയിൽ ഉണ്ടാവുന്ന വെലോസിറ്റി എത്ര? അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എ ബൈ 2 ആകുമ്പോൾ വാട്ട് ഈസ് ദ വെലോസിറ്റി? ഈ വെലോസിറ്റിയാണ് ചോദ്യം. വീണ്ടും നമ്മുടെ ഫോർമുല വി ഇസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു ഒമേഗ റൂട്ട്, ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ എ സ്ക്വയർ മൈനസ് എക്സിന്റെ സ്ഥാനത്ത് എ ബൈ 2 ഹോൾ സ്ക്വയർ കൊടുക്കണം. എ സ്ക്വയർ ബൈ 4. എക്സിന്റെ സ്ഥാനത്ത് എ ബൈ 2 കൊടുത്ത് സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ ബൈ 4. ദാറ്റ്സ് ഈക്വൽ ടു ഒമേഗ റൂട്ട് 1 മൈനസ് 1/4, ദാറ്റ് ഈസ് 3/4. 3/4 എ സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു ഇതിന്റെ ഉത്തരം റൂട്ട് 3/2 ഒമേഗ എ എന്നുണ്ട്. റൂട്ട് 3, 4ന്റെ റൂട്ട് 2, എ സ്ക്വയറിന്റെ റൂട്ട് എ. അപ്പോ റൂട്ട് 3/2 ഒമേഗ എ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഒമേഗ എ? ദാറ്റ് ഈസ് വി മാക്സ് ആണ്. സോ റൂട്ട് 3/2 വി മാക്സ് ആയിരിക്കും. എവിടെയാണ്? അറ്റ് എക്സ്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. അതായത് ഈ പാർട്ടിക്കിൾ ഇങ്ങനെ അങ്ങോട്ട് ആടാണ്. മെയിൻ പൊസിഷൻ, ഇത് പ്ലസ് എ, ഇത് മൈനസ് എ ആണെങ്കിൽ ഇവിടെയാണല്ലോ എ ബൈ 2 വരിക, ഇവിടെ ആവുമല്ലോ മൈനസ് എ ബൈ 2 വരിക. ഈ രണ്ട് സ്ഥലങ്ങളിലും, അതായത് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയുള്ള ഈ സ്ഥലങ്ങളിൽ വെലോസിറ്റി മാക്സിമത്തിന്റെ മെയിൻ പൊസിഷനിൽ ഉണ്ടാകുന്ന ഒമേഗ എന്റെ പകുതിയല്ല. എത്രയാ? റൂട്ട് 3/2 ടൈംസ് ഒമേഗ എ. റൂട്ട് 3/2 ടൈംസ് വി മാക്സ് ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി മാക്സിമം വെലോസിറ്റിയുടെ പകുതി വെലോസിറ്റി ആവുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? എ ബൈ 2 റൂട്ട് 3/2a. റൂട്ട് 3/2a ഈ ഭാഗത്തായിട്ട് വരും. എ ബൈ 2 കഴിഞ്ഞു പോകും. അതേപോലെ ഇപ്പോഴത്തെയും റൂട്ട് 3/2a. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇനി മറ്റൊരു ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. കുറച്ച് വേഗത കൂടുന്നുണ്ട്. നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക് ഒക്കെ നന്നായി നോക്കുക. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. എക്സ് ഇസ് ഈക്വൽ ടു എ
സൈൻ അല്ലെങ്കിൽ കൊസൈൻ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് തീറ്റ. ഇത് നന്നായി മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം ഓഫ് എ പാർട്ടിക്കിൾ ആർ റെപ്രസെന്റഡ് ആസ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം ആർ റെപ്രസെന്റഡ് ആസ് എക്സ് ഇസ് ഈക്വൽ ടു, എക്സിന് പകരം വൈ ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. എക്സ് ഇസ് ഈക്വൽ ടു 10, സൈനിന് പകരം കൊസൈൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. തൽക്കാലം ഞാൻ സൈൻ എഴുതും. സൈൻ 100 പൈ ടി പ്ലസ് പൈ ബൈ 4 ഇങ്ങനെ കണ്ടു എന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ ചലനം എന്ത് ചലനമാണ്, എന്ത് ടൈപ്പാണ്? ഇസ് ഇറ്റ് റെസ്റ്റ്, ഇസ് ഇറ്റ് യൂണിഫോം മോഷൻ, ഇസ് ഇറ്റ് യൂണിഫോമലി ആക്സിലറേറ്റഡ് മോഷൻ, ഇസ് ഇറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഡിസ്പ്ലേസ്മെന്റും ടൈമും ആണ് എക്സും ടി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ സൈൻ ഫംഗ്ഷൻ ആയിട്ടുണ്ട്. ഇങ്ങനെ രൂപത്തിലായതുകൊണ്ട് ഏതാണ്ട് ഈ സ്റ്റാൻഡേർഡ് രൂപത്തിനായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് ഇറ്റ് ഇസ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആണെന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റണം. ഇനി അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡിന്റെ സ്ഥാനത്ത് എന്താ? ഈ 10 ഏന്റെ സ്ഥാനത്തല്ലേ വന്നത്? therefore ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 10. എന്താണോ യൂണിറ്റ്? ഇത് സെന്റിമീറ്ററിലാണ് വിചാരിക്കുക. 10 സെന്റിമീറ്റർ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് സെന്റിമീറ്ററിലും ടൈം സെക്കൻഡിലും ആണെന്ന് തൽക്കാലം സങ്കല്പിക്കുക. അപ്പൊ എ ഇസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. ആംപ്ലിറ്റ്യൂഡ് 10 സെന്റിമീറ്റർ ആണ്. ഇതിനായിട്ട് കമ്പയർ ചെയ്യും. ഇനി ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു, നമ്മളോട് ചോദിക്കുക പീരിയോഡും ഫ്രീക്വൻസിയാണ്. അതിൽ നമ്മൾ ആംഗുലാർ ഫ്രീക്വൻസി ടീന്റെ ഒപ്പം കിടക്കുന്ന ആളാണല്ലോ ആംഗുലാർ ഫ്രീക്വൻസി. ഇവിടെ ടീന്റെ ഒപ്പം 100 പൈ ആണ്. അപ്പൊ ഒമേഗ സമം 100 പൈ. ഓക്കെ, ആരാണ് ഒമേഗ? 2 പൈ ഇൻറ്റു ഫ്രീക്വൻസി ഇസ് ഈക്വൽ ടു 100 പൈ. ഓക്കെ, പൈ പൈ ക്യാൻസൽ ചെയ്ത് പോയി. സോ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഇസ് ഈക്വൽ ടു 100/2 ഈക്വൽ ടു 50. യൂണിറ്റ് എന്താ വരിക? ഹെർട്സ്. ടൈം സെക്കൻഡിലാണെങ്കിൽ ഫ്രീക്വൻസി ഹെർട്സ്. therefore പീരിയോഡ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പീരിയോഡ് ഇസ് ഈക്വൽ ടു 1/ഫ്രീക്വൻസി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/50 seconds. Okay, then initial phase. What is the initial phase? Initial phase പരീക്ഷയ്ക്ക് ചോദിക്കും. ആദ്യത്തെ ഇക്വേഷനിൽ ഇനീഷ്യൽ ഫേസ് 0 എന്നല്ല, തീറ്റയുടെ സ്ഥാനത്ത് ഈ തീറ്റയാണ് ഇനീഷ്യൽ ഫേസ്. ഇവിടെ അത് എത്രയാണ്? π/4. അപ്പൊ ഇങ്ങനെ ഒരു പ്രോബ്ലവും നമ്മളോട് ചോദിക്കാം. ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്ക് ഇത് അറിയാമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നാൽ ഇത് എന്ത് മോഷൻ ആണ്, അങ്ങനെയാണെങ്കിൽ അതിൽ ആംപ്ലിറ്റ്യൂഡ് എത്ര, പീരിയോഡ് എത്ര, ഫ്രീക്വൻസി എത്ര, അതിന്റെ ഇനീഷ്യൽ ഫേസ് എത്ര, ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും നമുക്ക് സാധിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കയറുകയാണ്. നമുക്ക് ഇന്നും ഒരു ഡെറിവേഷൻ തന്നെയാണ്. പ്രോബ്ലങ്ങൾ ചോദിക്കാനും വേണമെങ്കിൽ ഒരു എസ്സേ ആയിട്ട് ചോദിക്കാനും ഒക്കെ സാധ്യതയുള്ള അടുത്ത ടോപ്പിക് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ശ്രദ്ധിക്കുക, നമുക്ക് വളരെ എളുപ്പമാണ്. കൺസിഡർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് m. It is oscillating simple harmonically with angular frequency omega. Omega എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ √k/m angular frequency omega and amplitude of oscillation ECA. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. m മാസുള്ള ഓസിലേറ്റർ ആണ്. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയിൽ a ആംപ്ലിറ്റ്യൂഡോടുകൂടി ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് അസ്യൂം ചെയ്യുക. നമുക്ക് അയാളുടെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഏത് പൊസിഷനിലും ഏത് സമയത്തിലും കണ്ടുപിടിക്കാൻ പറ്റും. ഏത് സമയത്തിൽ എത്ര എനർജി, ഏത് സമയത്തിലുള്ള ഏത് പൊസിഷനിൽ എത്ര എനർജി എന്ന് വേർതിരിച്ചിട്ട് തന്നെ ഫോർമുലകൾ കിട്ടണം. പ്രോബ്ലങ്ങൾക്ക് ചോദിക്കും. ശ്രദ്ധിക്കാം. ആദ്യം നമുക്ക് കൈനറ്റിക് എനർജിയിലേക്ക് പോവാം. കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ അറിയാം? ½ mv² ആണ്. എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണല്ലോ. കൈനറ്റിക് എനർജി ½ mv² ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ആരാണ്? വി നോ v is equal to ഒമേഗ √a² - x². അല്ലെ? അല്ലെങ്കിൽ വെലോസിറ്റി ടൈമിന്റെ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് ഒമേഗ a cos ഒമേഗ t. ഇത് നമുക്ക് സൈൻ ഒമേഗ ടിയിലാണ് ഡിസ്പ്ലേസ്മെന്റ് കാണിച്ചെങ്കിലാണ് ഇത് ആവശ്യം വരുള്ളൂ. അപ്പൊ തൽക്കാലം നമുക്ക് ആദ്യത്തെ ഫോർമുല ഉപയോഗിച്ചാൽ ഒമേഗ √a² - x². സോ ഈക്വൽ ടു ½ ഇൻറ്റു m ഇൻറ്റു v² ആണ്. അപ്പൊ v² ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ a² - x² റൂട്ട് പോകുമ്പോൾ a² - x². ഓക്കെ, സോ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. വി നോ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു k/m. മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. സോ m ഒമേഗ സ്ക്വയർ, ഈ m നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ദാറ്റ്സ് ഈക്വൽ ടു k. സോ ദിസ് ഇക്വേഷൻ അഗൈൻ ഇൻ ദിസ് ഫോം കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ½ ഇൻറ്റു m ഒമേഗ സ്ക്വയറിന് പകരം ഫോഴ്സ് കോൺസ്റ്റന്റ് k കൊടുത്താൽ, m ഒമേഗ സ്ക്വയറിന് പകരം ഫോഴ്സ് കോൺസ്റ്റന്റ് k കൊടുത്താൽ k ഇൻറ്റു a² - x² എന്ന് എഴുതി വെക്കാം. ഇത് രണ്ടെണ്ണം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻസ് ആണ്. അപ്പൊ ½ m ഒമേഗ സ്ക്വയർ a² - x² or ½ k into a² - x². x എന്നുള്ള പൊസിഷനിലെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ കൈനറ്റിക് എനർജിയാണിത്. m അയാളുടെ മാസ്, ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ
Omega is angular frequency, or omega square is equal to k by m, k is force constant. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ കൈനറ്റിക് എനർജി നമുക്ക് കിട്ടി. എളുപ്പമാണല്ലോ. അടുത്തത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അത്ര എളുപ്പമല്ല പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ. ശ്രദ്ധിക്കാം. പൊട്ടൻഷ്യൽ എനർജി ഈസ്, ശ്രദ്ധിക്കാം, എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ പൊസിഷൻ മാറ്റാനുള്ള എനർജിയാണ്. മീൻ പൊസിഷനിൽ ഇരിക്കാനാണ് അയാൾക്ക് താല്പര്യം. കാരണം മീൻ പൊസിഷനിലാണല്ലോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഒന്നും ഇല്ലാതാവുക. മീൻ പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഫോഴ്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പൊ മീൻ പൊസിഷനിൽ ഇരിക്കുമ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പൊ അവിടെയാണ് ഇക്വിലിബ്രിയം ആയിട്ടിരിക്കുക. അപ്പൊ മീൻ പൊസിഷനിൽ നിന്ന് അകലാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. റീസ്റ്റോറിംഗ് ഫോഴ്സിനെതിരെ ഒരു സ്പ്രിങ്ങിനെ നമ്മൾ ഇങ്ങോട്ട് വലിക്കണമെങ്കിൽ വർക്ക് ചെയ്യണ്ടേ, അല്ലെങ്കിൽ കംപ്രസ് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യണ്ടേ? ഇങ്ങനെ റീസ്റ്റോറിംഗ് ഫോഴ്സിനെതിരെ എക്സ്റ്റേണലായി ചെയ്യുന്ന വർക്ക് ആണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. എന്തിന്? മീൻ പൊസിഷനിൽ നിന്ന് ഒരു ഓസിലേറ്ററിനെ എക്സ് പൊസിഷനിലേക്ക്, എക്സ് ഡിസ്പ്ലേസ്മെന്റിലേക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയി ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയി സ്റ്റോർ ചെയ്യുക. ദ വർക്ക് ഡൺ ടു ടേക്ക് ദ ഓസിലേറ്റർ ഫ്രം ദ മീൻ പൊസിഷൻ ടു എ ഡിസ്പ്ലേസ്മെന്റ് എക്സ് against the restoring force is stored as its potential energy at that position. നമ്മളിപ്പോ ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിനെ ഉയരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരായി. ആ ചെയ്യുന്ന വർക്കാണ് ആ പൊസിഷനിലെ പൊട്ടൻഷ്യൽ എനർജി. അതുപോലെ മെയിൻ പൊസിഷനിൽ നിന്ന് റീസ്റ്റോറിംഗ് ഫോഴ്സിനെതിരായി ഒരു ഓസിലേറ്ററിനെ, സ്പ്രിങ്ങിനെ ആയാലും വേണ്ടില്ല, സിമ്പിൾ പെൻഡുലത്തിനെ ആയാലും വേണ്ടില്ല, അവിടുന്ന് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. നമുക്കറിയാം ഈ ഫോഴ്സുകളൊക്കെ, റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്താ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് അല്ലെ? സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് അല്ലെ? ദാറ്റ്സ് ഈക്വൽ ടു കെ ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? അപ്പോ എം ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. എം ഒമേഗ സ്ക്വയർ എക്സ്. ഇതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് നോട്ട് കോൺസ്റ്റന്റ്. ഡിസ്പ്ലേസ്മെന്റ് മാറുമ്പോൾ മാറുന്നുണ്ട്. വാരിയബിൾ ഫോഴ്സ് ആണ് ചുരുക്കം. അപ്പൊ ഇതിനെതിരായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സൈനിനെതിരായിട്ട് നമുക്ക് ചെയ്യണം. മീൻ പൊസിഷനിലേക്ക് ആണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. മീൻ പൊസിഷൻ അകറ്റാനാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാണുമ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ വർക്ക് ഡൺ വാരിയബിൾ ഫോഴ്സ് ആയതുകൊണ്ട് നമുക്കറിയാം, വാരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ എഫ് ഡോട്ട് എസ് എന്നൊന്നും എഴുതാൻ പറ്റില്ല. എഫ് ഡോട്ട് ഡി എക്സ് എന്ന് എഴുതാം. ആ എഫിന്റെ സ്ഥാനത്ത് നമുക്ക് ഈ കെ എക്സിന്, മൈനസ് കെ എക്സിനെതിരെ, റീസ്റ്റോറിംഗ് ഫോഴ്സിനെതിരെ, അപ്പൊ ഇന്റഗ്രൽ എതിരായതുകൊണ്ട് മൈനസ് കെ എക്സ് നിട്ടാൽ കെ എക്സ് നിട്ടാൽ നെഗറ്റീവ് കെ എക്സ് ആണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അതിന് ഓപ്പോസിറ്റ് ആകുമ്പോൾ കെ എക്സ്. ഇന്ന് അതേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ഒന്നും എടുക്കണ്ട. ഈ ഡോട്ട് പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് തീറ്റ ആംഗിൾ 0 ആയതുകൊണ്ട് ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് കെ എക്സ് ഡി എക്സ് എഴുതാൻ ഡോട്ട് പ്രൊഡക്റ്റ് പോയി. അപ്പൊ ഇന്റഗ്രൽ കെ എക്സ് ഡി എക്സ് നമ്മൾ പണ്ട് സ്പ്രിംഗിൽ ചെയ്തിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ അറിയില്ല. സോ ദാറ്റ്സ് ഈക്വൽ ടു കെ ഇസ് എ കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? മീൻ പൊസിഷനിൽ നിന്ന് എക്സ് 0 ആവുന്ന സ്ഥലത്ത് നിന്ന് എക്സിലേക്കാണ് കൊണ്ടുപോകുന്നത്. എക്സ് ഡി എക്സ് ലിമിറ്റ് കൊടുക്കുക നമ്മൾ പറഞ്ഞിട്ട് ചെയ്തിട്ട് സ്പ്രിംഗില് മീൻ പൊസിഷനിൽ നിന്ന് എക്സ് 0 ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പൊസിഷനിലേക്ക് നീക്കാൻ ചെയ്യേണ്ട വർക്ക് ആർക്കെതിരെ? റീസ്റ്റോറിംഗ് ഫോഴ്സിനെതിരെ. ദാറ്റ്സ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്കറിയാം എക്സ് റൈസ് ടു എന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ, എക്സ് റൈസ് ടു എന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഓക്കെ, സോ ഇവിടെ എക്സ് റൈസ് ടു 1 നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു 1 ആണ്. എക്സ് റൈസ് ടു 1 പ്ലസ് 1 is 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 2. ലിമിറ്റ് ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എക്സ്. ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് കൊണ്ട് പുറത്തേക്ക് എടുക്കാം. കെ അവിടെ ഉണ്ട്, അപ്പർ ലിമിറ്റ് കൊടുത്താൽ മതി എക്സ് സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് 0. ഓക്കെ, therefore ഈ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു, ഇതൊക്കെ എന്താണ് വർക്കായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാ. സോ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. സ്പ്രിംഗിന്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സാധനം തന്നെ ഇവിടെ കിട്ടിയത് ഹാഫ് കെ എക്സ് സ്ക്വയർ. ഓർ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു കെന് പകരം നമുക്ക് എം ഒമേഗ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജിയും കിട്ടി, പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി അറ്റ് പൊസിഷൻ എക്സ്. എക്സ് എന്ന് പറയുന്ന പൊസിഷനിലെ കൈനറ്റിക് എനർജി ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നു. പൊട്ടൻഷ്യൽ എനർജി കിട്ടിയത് ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ആയിരുന്നു. ആ ഡെറിവേഷൻ ഒന്നുകൂടി നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുപഠിക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ടൈം വളരെ കുറവായതുകൊണ്ട്. കൈനറ്റിക് എനർജി കിട്ടിയത് എന്തായിരുന്നു? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആയിരുന്നു. അപ്പോ ഞാൻ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഇതാണ്. സോ അറ്റ് മീൻ പൊസിഷൻ എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ് അല്ലെ? therefore kinetic energy is maximum. കാരണം എക്സ് 0 ആകുമ്പോൾ ഇരിക്കുന്ന സാധനം കുറവാണ്. കൈനറ്റിക് എനർജി മാക്സിമം ആവും ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഓക്കെ, ഈ സാധനം പോയി ബാക്കി ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. കൈനറ്റിക് എനർജി ഈസ് മാക്സിമം അറ്റ് ദ മീൻ പൊസിഷൻ.
and at extreme positions, x is equal to plus or minus a, kinetic energy is equal to, ഇവിടെ x ന് പ്ലസ് a കൊടുത്താലും മൈനസ് a കൊടുത്താലും a സ്ക്വയർ ആയിട്ട് മാറും, a സ്ക്വയർ മൈനസ് a സ്ക്വയർ 0 ആയിട്ട് മാറും. വെരി ഇമ്പോർട്ടന്റ്. ഇനി at mean position, potential energy is equal to half into m omega square into 0, അല്ലെ x ന് 0 കൊടുത്തു, so it is equal to 0. At the mean position, kinetic energy is maximum, half m omega square a square, potential energy is 0. Very important. At extreme positions, important, ഇതൊക്കെ നിങ്ങൾ സ്പെഷ്യൽ കേസുകളായിട്ട് ഓർമ്മിക്കുക. Potential energy is equal to x is equal to plus or minus n, so half m omega square into x square. x square ന്റെ സ്ഥാനത്ത് a പ്ലസ് കൊടുത്താലും മൈനസ് കൊടുത്താലും സ്ക്വയർ ചെയ്ത് പോകുമ്പോൾ a square. That is maximum. So potential energy is maximum at the extreme position, half m omega square a square, where kinetic energy is 0. At the mean position, kinetic energy is maximum, where potential energy is 0. Very important. Therefore, total energy is equal to Ke plus Pe. ഏത് പൊസിഷനിലും total energy calculate ചെയ്യാൻ പോകുന്നത്. That's equal to half m omega square into a square minus x square plus half m omega square x square. ഇതിൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്, ഒരു പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ട്, അവർ വെട്ടിപ്പോവും. സോ ടോട്ടൽ എനർജി വെരി ഇമ്പോർട്ടന്റ്, ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ, വെരി ഇമ്പോർട്ടന്റ്, ആൻഡ് ദാറ്റ് ഈസ് കോൺസ്റ്റന്റ്. അല്ലെ ഇതിൽ എക്സ് ഉണ്ടോ? ഇല്ല, കാരണം ഇവിടുത്തെ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ട്. ഈ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയി. ഈ ഇക്വേഷനിൽ എം കോൺസ്റ്റന്റ് ആണ്, ഒമേഗ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ടോട്ടൽ എനർജി ഈസ് കോൺസ്റ്റന്റ് അറ്റ് ഓൾ പൊസിഷൻസ്. സോ ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് കൺസർവ്ഡ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചു. അത് മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി മാത്രമായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. എക്സ്ട്രീം പൊസിഷൻസിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമായിരിക്കും, ഹാഫ് ഒമേഗ സ്ക്വയർ പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ്, കൈനറ്റിക് എനർജി 0 ആയിരിക്കും. ഇടയിലുള്ള പൊസിഷൻസിൽ ഇവർ രണ്ടാക്കാരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നന്നായിട്ട് അവിടെ ഓർമ്മിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ നന്നായി എഴുതി പഠിക്കുക, ഫോർമുലകൾ ബൈഹാർട്ട് പഠിക്കുക. ഇതിന്റെ കുറച്ച് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു.